ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് റിയാക്ഷൻ ആണ് മാർക്കോ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ എല്ലാവരും കണ്ടതാണ്, ആഘോഷിച്ചതാണ്, ഞെട്ടിയതല്ലേ. പിന്നെ ആ സാധനം റീക്രിയേറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുത്ത് അതിന് മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കോൺടെസ്റ്റ്. അതിൽ ഒരുപാട് പേര് നല്ല കിടിലൻ സാധനം വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നലെ ഞാൻ ഒരു കിടിലൻ സാധനം കണ്ടു, ഞെട്ടി. ഇത് കുറെ എണ്ണം നമ്മൾ കണ്ടിട്ടുള്ള കേട്ടോ. നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്, കുറെ നന്നായിട്ട് ചെയ്ത ആൾക്കാരുണ്ട്. ചിലത് നമുക്ക് തോന്നിയില്ല, അയ്യോ ഇത് എന്താ ഈ കാണിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ കണ്ടത് മുന്തിയായിട്ടാണ്. അപ്പം പ്രൈസ് മേടിക്കാൻ പ്രൈസ് മേടിക്കാൻ വേണ്ടി ഒരുങ്ങി തന്നെ വന്നിരിക്കുന്ന ആരോ ഒരാളാണ്. സത്യം ആണല്ലേ? ഓക്കെ, കാണണല്ലോ. സാധനം അതായത് നല്ല എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. അത് കാണാനുണ്ട് ഔട്ട്. നമുക്കിങ്ങനെ അതായത് ഒരു സിനിമക്ക് വേണ്ടി അതിൻ്റെതായ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ സാധനം പുറത്തിറക്കാം. അതെ, ഇതൊരു മത്സരത്തിന് വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ എഫേർട്ട് എടുത്തിട്ട് അത് കിടിലനായിട്ട് പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കിങ്ങനെ അത്ഭുതവും അഭിമാനം തോന്നുന്നു. ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് സിനിമയോട് ഒപ്പം കെട്ടാപിടിക്കണ ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ശരിക്ക് അതായത് നമ്മുടെ കയ്യിൽ ഒരുപാട് സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഇവരെ കിട്ടിയാൽ പോലെ നല്ല കിടിലൻ സാധനം ചെയ്യണോ എന്നാണ് മനസ്സിൽ തോന്നിയത്. ആർട്ടിസ്റ്റിൽ മാത്രമാണ് പിന്നെ നമുക്ക് കുറച്ച് മുന്തിയ ടീമിനെ പിടിക്കേണ്ടത്. പിന്നെ ആർട്ടിസ്റ്റിൽ പിന്നെ എന്നെ വിട്ട് കളിയില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അത് വിട്. ബാക്കിയുള്ള ടെക്നിക്കൽ സ്ക്രിപ്റ്റ് ടെക്നിക്കലി ഉള്ള കാര്യം പറയുന്നത് ഞാൻ കത്തിച്ചോളം എവിടെയെങ്കിലും എന്നാലും വിഷയമല്ല. പക്ഷെ ഇത് ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. അല്ല ഇപ്പല്ല, അത് ഞാൻ മാറ്റി വെച്ചേക്ക, വീണ്ടും തുടങ്ങണം. പൊടി തട്ടി എടുക്കാനാവുന്നേ ഉള്ളൂ. പൊടി തട്ടി എടുക്കണ്ട. നെഗറ്റീവ് പൊടി അടിച്ചില്ലേ. അതായത് ഇപ്പോഴും നീയൊക്കെ ഇതിന് മറുപടി തരേണ്ടി വരും എന്നാണ് ഞാൻ കേട്ടത്, എന്നാണ് ഞാൻ കരുതിയത് പറയാൻ പോകുന്നത്. അത് തരും. ഒരു കാലം ഉണ്ടായിരുന്നു, അന്ന് ഞാൻ പുലിയായിരുന്നു. അതല്ല പറഞ്ഞേ, മറുപടി തരും, അത് ഉറപ്പായിട്ടും തരും. ഓക്കെ, എന്തായാലും ഈ ഒരു സാധനം ഇന്നലെ ആളുടെ പേര് മറന്നല്ലോ, ഒരാൾ അയച്ചു തന്നു. വീട്ടിലെ സാധനമാണ് കണ്ടപ്പോൾ ഞാൻ റിയാക്ഷൻ ചെയ്യുന്നത് ആൾറെഡി ഇത് കണ്ട രീതിയിലാണ്. ഓക്കെ, ഇവനിത് കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോന്ന് അറിഞ്ഞൂട കേട്ടോ. അതായത് സംശയം. ഞാൻ ഒട്ടുമിക്ക ഇതിന്റെ ഇതും കണ്ടിട്ടുണ്ടായിരുന്നു, വന്നതൊക്കെ ഈ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ട്, പിന്നെ യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ കണ്ടതായിരിക്കാം. എന്തായാലും നോക്കാം. അത്ര ഭീകരം എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇത് കൊടൂരാണ്, ഭീകര. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. ഓക്കെ, അപ്പൊ കാണാം. ഓക്കെ, അത് സംഭവം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതല്ല, ഇതല്ല, ഇത് വേറെന്തോ ആണ്. ചാലഞ്ചിങ് സ്റ്റാർ മിഥുൻ അണ്ണൻ ആ കോട്ട ഇവിടെ കിട്ടിയ പോലെ. നമ്മൾ ഏറ്റവും വലിയ ഓട്ടാവുന്ന എന്തുകൊണ്ടറിയോ? നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ നമ്മളെ കണ്ണുകൾ വേദനിച്ച് ഇല്ലാതാകുമ്പോഴാണ്. ജഗദീഷിന്റെ റോള്. നിങ്ങൾക്കില്ലാത്ത ശത്രുക്കളുണ്ടോ? ശത്രുക്കളാണെന്ന് അവൻ എന്തോ പ്രഖ്യാപിക്കാം. നന്നായിട്ടോ രണ്ടുപേരും. വെള്ളം അങ്ങനെ തെറിക്കും. അല്ല, കോട്ടിന് ഇത്ര നീളം നിന്നെ മനസ്സിലായോ? നട കീറിയത് കാണാതിരിക്കാൻ. ഇതാണോ നീ പറഞ്ഞ സാധനം? ഇതല്ല, ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇതാണെങ്കിൽ ഞാൻ ഇത് കണ്ടിട്ടില്ലായിരുന്നു. ഇത് കൊള്ളാം. അത് നിന്റെ ഭാഗ്യം. സത്യം, കാണാൻ പറ്റാതിരുന്നത്. കാണിച്ചില്ലല്ലേ? പക്ഷെ സാധാരണ അണ്ണൻ വരുമ്പോ ഒറ്റയ്ക്കാ വരാറ്. ഇന്ന് കൂട്ടത്തില് വേറൊരു അണ്ണനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി ഒക്കെ ഓൺ വോയിസ് ആയതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഗംഭീരമായിട്ട്. എന്തായാലും പരിശ്രമിക്കുന്നുണ്ടല്ലോ. പരിശ്രമിക്കുകയേ ഞാൻ എന്താ ഏട്ടാ ഇങ്ങനെ. കൊള്ളാം, അത് കൊള്ളാം. അല്ലളിയാ, പൊടി തട്ടി അല്ല പൊടി പിടിച്ച് കിടക്കല്ലേ, പൊടി തട്ടി എടുക്കണ്ടേ? പിന്നെ എടുക്കണം. അപ്പൊ പൊടി തട്ടി എടുക്കാൻ കാത്തിരിക്കുന്ന ആൾക്കാരെക്കാളും ബെറ്റർ ഈ തട്ടിക്കൊണ്ടേയിരിക്കുന്നവരാണ്. അത് മിഥുനണ്ണനൊക്കെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരാണ് ഇവിടെ, അവർക്ക് വേണ്ടി നമുക്ക് കൈയടിക്കാം. ചിലരൊക്കെ ഉണ്ട്, കഴിവുണ്ട്, ഒരു കാര്യമല്ല, എന്നോ വലിയ പുലിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നടക്കുന്നോ.
അതും ഒരു തെണ്ടി കൊറേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ പോയി. ഇത് മമ്മൂക്കാനെ വെച്ച് ചെയ്യാന്ന്. ഓക്കേ. അതേതായാലും നല്ലൊരു തീരുമാനമായിരുന്നു. ഞാൻ ചെയ്തത് മമ്മൂക്ക ചെയ്യാന്നൊക്കെ പറഞ്ഞ ഇവൻ ചെയ്തല്ല കേട്ടോ. സാധനം ഓക്കെ. എന്തായാലും നമുക്ക് ഒറിജിനൽ സാധനം ഇതാണ് പറഞ്ഞ ഭീകര സാധനമാണെന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഓക്കെ, കാണാം. ഇത് മാർക്കോ തന്നെയല്ലേ? അല്ലല്ല, വാടാ മോനെ, എന്റെ അമ്മോ. എന്താടാ ഈ കാണുന്നത്? യാസീൻ അഷ്റഫ് അല്ലേ? ഷാമിലുർ റഹ്മാൻ രക്ഷരാണ് ഇത് പറഞ്ഞത്. ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണ്. ഇത് ഇതിന് കൊടുക്കുക തന്നെ വേണം. കാരണം ഇതിപ്പോ കാണുമ്പോ നമുക്ക് തോന്നുന്ന ഇത് കാണുമ്പോ നമുക്ക് ഒറിജിനൽ മാർക്കോന്റെ ടീച്ചറും കൂടി ഒന്ന് കാണണം. കാരണം ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കണല്ലോ. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സംഭവം. ഇതിന്റെ ആർട്ട്, ലൊക്കേഷൻ, കളർ ഗ്രേഡിങ്, എഡിറ്റിങ്, മ്യൂസിക്കും പിന്നെ ഡയലോഗ്സ് ഒക്കെ മറ്റേതിൻ്റെയാണ്. പിന്നെ പെർഫോമൻസ്, ഓരോരുത്തരുടെയും കാസ്റ്റിങ്, പിന്നെ കോസ്റ്റ്യൂം, മേക്കപ്പ്, എന്തൊക്കെ പറയണം, എല്ലാം വേറെ ലെവലാണ്. ഓക്കെ അല്ലേ? ഒറിജിനൽ ഒന്ന് കാണാം. ഒറിജിനൽ കാണാം. ഫസ്റ്റ് നീ അത് തന്നെയാണ് കരുതിയില്ലേ? ഞാൻ തുടക്കം അത് തന്നെയല്ലേ സിനിമയിൽ. ഇതിന്റെ എഡിറ്റിംഗ് ഒക്കെ ഈ സാധനമല്ല അത്. ആ വീട് മാറിയിട്ടുണ്ട്. പ്രാവിന്റെ ഓക്കെയാണ്, ഇതൊക്കെയാണ്. എന്തൊക്കെ മോനെ പെൺകുട്ടിയാണ്. ഓ ജമ്മു ശത്രുക്കളുണ്ടോ? സാറിന് ഉറപ്പുണ്ടോ അവരെന്റെ ശത്രുക്കളാണ്? അതിൽ കൃത്യമായിട്ട് കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതാ സ്ഥാനം? ഇതിനേക്കാളും മികച്ചതൊന്ന് ഇനി വരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പക്ഷെ വന്നാൽ അതിന് കൊടുക്കണം. പക്ഷെ ഇതുവരെ ഇതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശ്രമം, വെറുതെ ഒരു ശ്രമമല്ല. നമ്മൾ ആദ്യം കണ്ട പോലെ പാഴ് ശ്രമങ്ങളല്ല. ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ശ്രമം. ശ്രമിക്കുക എന്ന് മാത്രമല്ല, അത് 100% വിജയിച്ചു എന്ന് പറയാം. അതാണ് പക്ക. അതാണ് റീക്രിയേഷൻ വേറെ ലെവലില്. ഗംഭീര സാധനം. ഇപ്പം ജഗദീഷ് പറഞ്ഞ ഡയലോഗ് തന്നെ, ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സ് അത് കറക്റ്റ് ആയിട്ട് അവര് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു സാധനം വിട്ടിട്ടില്ല. അതും ഓരോ ക്യാമറ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് അതേപടി ഭയങ്കര ബ്രില്യന്റ് ടീം വർക്ക് ആട്ടോ. അല്ലാണ്ടൊന്നും ഒരിക്കലും 10 ദിവസമായിട്ട് അതിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ചെയ്യാൻ വേണ്ടിട്ട് ഗംഭീരം. കൊടുക്ക് അങ്ങോട്ട്. അല്ല പിന്നെ എന്താണെങ്കിലും അറിയാലോ, മാർക്ക് 20-ാം തീയതി വരികയാണ്. പിന്നെ അങ്ങോട്ട് കൊടുക്കലും വാങ്ങലും ഒക്കെ തന്നെ ആയിരിക്കും. സിനിമ വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കൊടുക്കൂ പിന്നെന്താ, ചെക്കന്മാര് വളർന്നു വരട്ടെ. അപ്പം എന്തായാലും
അതൊക്കെ ഭാവി അടുത്ത വരാനിരിക്കുന്ന സിനിമാ പ്രവർത്തകരാണോ? നിങ്ങൾ കട്ട് ചെയ്യാതെ ഇത്ര കാലം കട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് കട്ടിങ് കറക്റ്റായി കിട്ടിയിട്ടില്ല. അവിടെയാണ് ഇവരൊക്കെ വന്ന് സിമ്പിളായിട്ട് പുഷ്പം പോലെ. പക്ഷെ ടെക്നിക്കൽ സൈഡ് നമുക്ക് അല്ലെങ്കിലും പണ്ട് താല്പര്യം ഇല്ലാത്തതാണല്ലോ. നമ്മുടെ സൈഡിൽ കൂടെ നമ്മൾ പോകുന്നുണ്ട്, അത് മതി. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. എന്നെ കുറെ കുറ്റം പറഞ്ഞാലും ഞാനങ്ങനെ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് അതാണ് ഞാൻ എന്നെയും നൈസായിട്ട് പിന്നെന്താ തീർച്ചയായിട്ടും എന്നെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞതിലൂടെ തന്നെ ഞാൻ നൈസായിട്ട് രക്ഷപ്പെട്ടില്ലേ. ഞാൻ നീ ഇതിൽ എഡിറ്റിംഗിൽ ഇപ്പൊ ഇവിടെ നിനക്ക് പങ്ക്. ഓക്കെ ഓക്കെ ബൈ ബൈ.